വിമത നേതാക്കളെ തിരിച്ചെടുക്കരുതെന്ന മറ്റത്തൂരിലെ ഔദ്യോഗിക കോൺഗ്രസ് നേതാക്കൾ. മറ്റത്തൂരിലെ കോൺഗ്രസുകാർ ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസ്യരാകുകയാണെന്ന് KPCC അറിയിക്കുമെന്നും ഔദ്യോഗിക പക്ഷം. വിമത നേതാവ് TM ചന്ദ്രന് പിന്നിൽ ജോസ് വള്ളൂറാണ് എന്നും നേതാക്കൾ പറഞ്ഞു. മറ്റത്തൂരിൽ സമാന്തര DCC ആയി ജോസ് വള്ളൂർ പ്രവർത്തിക്കുന്നുവെന്ന് ഔദ്യോഗിക പക്ഷം നേതാക്കളായ ബെന്നി കൊട്ടുങ്കൽ, ശാലിനി ജോയി തുടങ്ങിയവർ പറഞ്ഞു. പാർട്ടിയെ ഇത്രയും പിച്ച് ചീന്തിയ ഈ അവസ്ഥയിൽ, പാർട്ടിയെ നശിപ്പിച്ച് അമ്പെ പരാജയപ്പെടുത്തിയ, പ്രതിസന്ധിയിലാക്കിയ ഈ നേതാക്കൾ ഇനി ഒരു കാരണവശാലും തിരിച്ചെടുക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. വർഷങ്ങളായിട്ട് നമ്മളിവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്ക്, ഈ മറ്റത്തൂരിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി, ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു വിഭാഗം TM ചന്ദ്രൻ കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ ജോസ് വള്ളൂരാണ്. പുറത്താക്കപ്പെട്ടവർ കൃത്യമായിട്ടും തെളിവോട് കൂട്ടിയിട്ട് തന്നെയാണ് ഇവരെ പുറത്താക്കിയിട്ടുള്ളത്. അവരൊരു കാരണവശാലും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കരുത്. അതേസമയം നിരപരാധികളായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാരെ, ഇതൊന്നും അറിയാതെ പിന്നാലെ നടക്കുന്ന പാവപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാർ കുറ്റസമ്മതം നടത്തി പാർട്ടിയിലേക്ക് തിരിച്ചു വന്നാൽ വളരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ തയ്യാറാണെന്ന്. ലിഡിയ ജക്കപ്പുണ്ട് വിവരങ്ങൾ നൽകാനായി. ലിഡിയ, മറ്റത്തൂരിൽ വീണ്ടും ഒരു ക്രൈസിസ് വന്നിരിക്കുകയാണ്. കോൺഗ്രസിൽ വലിയ തരത്തിലുള്ള വിമത സ്വരമൊക്കെ അവിടെ കേൾക്കുന്നുണ്ട്. മാത്രമല്ല, ജോസ് വള്ളൂരിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത് മറ്റത്തൂരിൽ? അജി, ജോസ് വള്ളൂരിനെതിരെയും TM ചന്ദ്രനെതിരെയും മറ്റത്തൂരിലെ ഔദ്യോഗിക വിഭാഗം രംഗത്ത് വന്നിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. രാജിവെക്കാമെന്നുള്ള തരത്തിൽ വിമത നേതാക്കൾ, അല്ലെങ്കിൽ അത്തരത്തിൽ രാജ്യസന്നദ്ധത വിമത നേതാക്കൾ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് തിരിച്ചെടുക്കാനാവില്ല, പ്രത്യേകിച്ച് TM ചന്ദ്രൻ അടക്കമുള്ള ആളുകളെ തിരിച്ചെടുക്കാനാവില്ല എന്ന് കാണിച്ച്, അല്ലെങ്കിൽ അത്തരത്തിൽ തിരിച്ചെടുക്കരുത് എന്ന ആവശ്യവുമായി ഔദ്യോഗിക വിഭാഗം നേതാക്കൾ മുന്നോട്ട് വരുന്നത്. ബെന്നി കൊണ്ടുകൾ അടക്കമുള്ള ആളുകളാണ് ഇന്ന് പ്രതികരിച്ചത്. പ്രത്യേകിച്ചും പറയുന്നത് ഈ TM ചന്ദ്രന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ജോസ് വള്ളൂരാണ്. അതായത് KPCCയെ തെറ്റിദ്ധരിപ്പിച്ച് ഈ വിഷയത്തിൽ ഇടപെടുത്തിയിട്ടുണ്ട്. ഇത് ഒരു സമാന്തര DCC ആയി തൃശ്ശൂരിൽ ജോസ് വള്ളൂർ അടക്കമുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ TM ചന്ദ്രൻ അടക്കമുള്ള ആളുകൾ നടത്തിയ നീക്കങ്ങൾക്കൊക്കെ പിന്നിൽ ജോസ് വള്ളൂരാണ് അടക്കമുള്ള കാര്യങ്ങളാണ് ഔദ്യോഗിക വിഭാഗം പറയുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചെടുക്കാനാവില്ല, വിമത നേതാക്കളെ തിരിച്ചെടുക്കാനാവില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വം അടക്കം വലിയ രീതിയിൽ മറ്റുള്ള ആളുകൾക്ക് മുന്നിൽ പരിഹാസ്യരാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ, ഇത്രയും പാർട്ടിയെ പ്രതിസന്ധിയിൽ എത്തിച്ച സാഹചര്യത്തിൽ തിരിച്ചെടുക്കാനാവില്ല, ഈ നേതാക്കളെയൊന്നും, ഈ വിമത നേതാക്കളെയൊന്നും തിരിച്ചെടുക്കാനാവില്ല എന്നാണ് ഔദ്യോഗിക വിഭാഗം പറയുന്നത്. മാത്രമല്ല, ഇന്നലെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ വിമത നേതാക്കളുടെ നേതൃത്വത്തിൽ സ്വർണ്ണക്കൊള്ളക്കെതിരെയൊക്കെ നടന്നിരുന്നു. അത്തരത്തിൽ അങ്ങനെയുള്ള പ്രതിഷേധങ്ങളൊന്നും അനുവദിക്കാനാവില്ല എന്നുള്ള തരത്തിലൊക്കെ ആണ് നിലവിൽ ഔദ്യോഗിക വിഭാഗം പറയുന്നത്. എന്തായാലും വിമത നേതാക്കളെ തിരിച്ചെടുക്കുന്നതിനെതിരെ വലിയ എതിർപ്പാണ് ഔദ്യോഗിക വിഭാഗം പ്രകടിപ്പിക്കുന്നത്.